ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ശരിവെച്ച് ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായി ലീജിയൻ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്ന് ലീജിയണിന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹാക്കർ ഗ്രൂപ്പായ ലീജിയൺ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ചോർത്തിയതായാണ് ലീജിയൺ അവകാശപ്പെടുന്നത്. അപ്പോളോയുടെ സെർവറിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്നും ലീജിയൺ മുന്നറിയിപ്പ് നൽകുന്നു. ജയലളിതയുടെ മരണത്തിൽ പ്രചരിക്കുന്ന ദുരൂഹതയെ ഹാക്കർമാർ ശരിവെക്കുകയാണെന്നതാണ് അതിനർത്ഥം. ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണയ്ക്കണമെന്നും ലീജിയൺ അഭ്യർത്ഥിക്കുന്നു. നേരത്തെ AICCയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയ് മല്യയുടെയും ട്വിറ്റർ ഹാക്ക് ചെയ്തത് ലീജിയണാണ്. ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുമെന്നും അടുത്ത ലക്ഷ്യം മുൻ IPL ചെയർമാൻ ലളിത് മോദിയാണെന്നുകൂടി ലീജിയൺ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നുകൂടി ലീജിയൺ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യത്തെ വിവര സംവിധാനം ആകെ താറുമാറാകുകയാണോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. ബാങ്കുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ഇടപാടുകാരെ വലച്ചതോടെ സംസ്ഥാനത്ത് ബാങ്കുകളിൽ സംഘർഷം. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഇടപാടുകാർ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. കോട്ടയം ഉഴവൂർ SPT ശാഖയിൽ ഇടപാടുകാരുടെ പ്രതിഷേധം സംഘർഷത്തിലെത്തി. കണ്ണൂർ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് രാവിലെ പണമെടുക്കാനെത്തിയവരും ബാങ്ക് ജീവനക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. 3 ദിവസമായി ഇടപാട് നടക്കാത്തതിനാൽ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. മാത്രമല്ല, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആളുകൾ ക്യൂ നിന്നിട്ടും അധികൃതർ പണം നൽകിയില്ലെന്നും അതേസമയം ജീവനക്കാരുടെ അടുത്ത ബന്ധുക്കൾക്ക് പണം നൽകിയതായും പരാതികൾ ഉയർന്നിരുന്നു. അതേസമയം ഇന്ന് രാവിലെ ബാങ്കിൽ പണമില്ലെന്ന് ജീവനക്കാർ ബോർഡ് വെച്ചതോടെ പണമെടുക്കാനെത്തിയവർ ജീവനക്കാരെ തടയുകയായിരുന്നു. ബാങ്ക് തുറക്കാൻ അനുവദിച്ചില്ല. അതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ആരംഭിച്ചു. 1000-ലധികം ആളുകൾ സ്ഥലത്തെത്തി. പോലീസ് ഇടപെട്ട് അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം ഇന്ന് ടോക്കൺ നൽകിയവർക്ക് നാളെ 10,000 രൂപ വരെ എടുക്കാമെന്ന ധാരണയിലെത്തുകയായിരുന്നു. അതിനുശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാജ്യം ആഭ്യന്തര ഭക്ഷ്യോൽപാദന പ്രതിസന്ധിയിൽ. കർഷകർക്ക് വിത്ത് വിതരണം ചെയ്യുന്നത് കാർഷിക കേന്ദ്രങ്ങൾ നിർത്തിവെച്ചു. വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന് SBI അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. വിത്ത് വാങ്ങാൻ അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഇതോടെ രാജ്യത്തെ 82% കൃഷിഭൂമിയിലും വിത്തിറക്കിയിട്ടില്ല. വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ നേരത്തെ മുഴുവനായും വെട്ടിക്കുറച്ചിരുന്നു. കാർഷിക മേഖലയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും അസാധുവാക്കിയ നോട്ടുകൾ ഉപയോഗിച്ചും കർഷകർക്ക് വിത്ത് വാങ്ങാനാകുമെന്നുമായിരുന്നു നവംബർ 21-ന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ പഴയ നോട്ടുകൾ കർഷകരിൽ നിന്ന് സ്വീകരിച്ചാൽ ആ തുക സ്വീകരിക്കില്ലെന്നാണ് SBI അറിയിച്ചിരിക്കുന്നത്. കർഷകർക്ക് വിത്ത് നൽകാൻ സ്വീകരിച്ച പണം വകുപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിക്ഷേപിച്ച് പിന്നീട് ഗവൺമെന്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യാനും SBI നിർദ്ദേശിച്ചു. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു അക്കൗണ്ട് ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ 1 മാസത്തോളമായി വിത്ത് വിതരണ കേന്ദ്രങ്ങൾ വിത്തുകൾ വിതരണം ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. റാഗി, ഗോതമ്പ് അടക്കമുള്ള വിളകളുടെ വിത്തിറക്കേണ്ട സമയത്താണ് വിത്ത് പോലും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുന്നത്. നേരത്തെ തന്നെ മിക്ക കർഷകരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ കൃഷിഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ 82% കൃഷിഭൂമികളിലും വിളയിറക്കാൻ ആകാത്തത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം മുഴുവനായി തന്നെ വെട്ടിക്കുറച്ചു. ഗുണമേന്മയില്ലാത്ത വിദേശ ഗോതമ്പിനങ്ങൾ 1200 രൂപയ്ക്കും ഇനി മുതൽ വിപണികളിൽ ലഭിക്കും. ആഭ്യന്തര ഗോതമ്പുകൾക്ക് മിനിമം വിപണി വില 1625 രൂപയാണ്. പുറത്തുനിന്നൊരു ഡംപിംഗ് വലിയ കോർപ്പറേറ്റ് കമ്പനീസ്, കാർഗിൽ, പിന്നെ ഇവിടെയുള്ള ITC, അദനി, റിലയൻസ്, ഇവരൊക്കെ അതിൻ്റെ ലാഭം കൊയ്യുന്നത്. കർഷകന് നഷ്ടം മാത്രമേ. അതിനാൽ തന്നെ ഓസ്ട്രേലിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ഗോതമ്പിനങ്ങളാകും ഇനി വിപണികൾ കീഴടക്കുക. കള്ളപ്പണം ഇല്ലാതാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതി എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ കാർഷിക മേഖല മുഴുവനായി തന്നെ സ്തംഭിപ്പിച്ച് കോർപ്പറേറ്റ് അഗ്രികൾച്ചറിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതിലേക്കാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം വഴിവെക്കുക. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് നിരോധനത്തിന്റെ ദുരിതം മുഴുവൻ സാധാരണക്കാർക്കും പാവം ജനങ്ങൾക്കും മാത്രമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാധാരണക്കാർക്കും കർഷകർക്കും ഉണ്ടാകുന്ന നഷ്ടം വൻകിടക്കാർക്ക് നേട്ടമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. റദ്ദാക്കിയ നോട്ട് മുഴുവൻ ബാങ്കുകളിൽ തിരിച്ചെത്തി. കള്ളപ്പണക്കാരെല്ലാം പാവങ്ങളെ ഉപയോഗിച്ച് വെളുപ്പിച്ചു. ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് സാധാരണക്കാർ മാത്രമാണെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പ്രാരാബ്ദം മുഴുവൻ, കെടുതി മുഴുവൻ സാധാരണക്കാരുടെ. അപ്പൊ ഇത് ജനങ്ങൾക്ക് മുഴുവൻ ഭാരം, നേട്ടം മുഴുവൻ പണക്കാർ എന്നുള്ള ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും.
മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ നടപടി വൈകിപ്പിച്ചതിന് ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ വിമർശനം. വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലം മാറിയതിനാലാണ് നടപടിക്ക് കാലതാമസമുണ്ടായതെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ADGP ശങ്കർ റെഡ്ഡി ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിച്ചുവെന്ന പരാതിയിൽ കേസ് ഡയറി അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ADGP ആർ ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് കേസിൽ വിജിലൻസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി പൂഴ്ത്തിവെച്ചുവെന്ന പരാതിയിലാണ് വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് ചീഫ് സെക്രട്ടറിയെ പോലെ ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. അതേസമയം പരാതിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച വിശദീകരണ റിപ്പോർട്ടിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി പുതിയ റിപ്പോർട്ട് ഈ മാസം 31-ന് സമർപ്പിക്കണമെന്നും ഉത്തരവിട്ടു. ചീഫ് സെക്രട്ടറിയുടെ അറിവില്ലായ്മയും തിരക്കും കാരണമാണ് നടപടി വൈകിയതിന് കാരണമെന്ന് വിജിലൻസ് നൽകിയ എക്സ്പ്ലനേഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിനാലാണ് കോടതി അതൃപ്തി അറിയിച്ചത്. പക്ഷേ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതിനാലാണ് നടപടി സ്വീകരിക്കാൻ കാലതാമസം വന്നതെന്ന് ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിച്ചു. മുൻ വിജിലൻസ് ഡയറക്ടർ ADGP ശങ്കർ റെഡ്ഡി ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന പരാതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്നത് മറ്റൊരു യൂണിറ്റ് ആയതിനാലാണ് അന്വേഷണ സംഘത്തിന് പരിശോധന നടത്താനായി കേസ് ഡയറി കൈമാറാൻ പറഞ്ഞതെന്നും കോടതി അറിയിച്ചു. കേസ് ഡയറി പരിശോധിക്കുന്നതിന് വിജിലൻസ് 2 മാസം സമയം ചോദിച്ചെങ്കിലും കോടതി 13/1/2017 മുൻപ് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ക്രിസ്മസ് റിലീസുകൾ മാറ്റിവെച്ചു. തിയേറ്റർ വിഹിതം പങ്കുവയ്ക്കുന്നതിലെ തർക്കത്തെ തുടർന്നാണ് നടപടി. തിയേറ്റർ ഉടമകളുമായി നിർമ്മാതാക്കളും വിതരണക്കാരും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് റിലീസുകൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. DCC പുനഃസംഘടനയിലെ അതൃപ്തി എ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ അറിയിച്ചു. എ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ് എന്നിവർ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി. കൊല്ലം, ഇടുക്കി എന്നിവിടങ്ങളിൽ എ ഗ്രൂപ്പ് നേതാക്കളെ തഴഞ്ഞതിലെ അതൃപ്തിയും നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിയമിച്ച DCC പ്രസിഡന്റുമാരെ മാറ്റുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ വരുന്ന KPCC AICC പുനഃസംഘടനയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് എ ഗ്രൂപ്പ് ലക്ഷ്യം. DCC പുനഃസംഘടനയിൽ അതൃപ്തി തുറന്നു പ്രകടിപ്പിച്ച് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് എ ഗ്രൂപ്പ് ഹൈക്കമാൻഡ് മുമ്പാകെ പരാതി അറിയിച്ചത്. എ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, MM ഹസൻ എന്നിവരാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനോട് നിലപാട് അറിയിച്ചത്. AK ആന്റണിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. DCC പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ എ ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന വികാരം നേതാക്കൾ ഹൈക്കമാൻഡിൽ വ്യക്തമാക്കി. കഴിഞ്ഞ പുനഃസംഘടനയിൽ 7 ഇടത്ത് പ്രാതിനിധ്യം ലഭിച്ച എ ഗ്രൂപ്പിന് ഇത്തവണ അത് 4 ഇടങ്ങളിലായി ചുരുങ്ങി. ഐ ഗ്രൂപ്പിനാകട്ടെ 8 ഇടങ്ങളിൽ പരിഗണന ലഭിക്കുകയും ചെയ്തു. കൊല്ലത്തും ഇടുക്കിയിലും എ ഗ്രൂപ്പിലെ ഉറച്ച പ്രാതിനിധ്യം ഇല്ലാതാക്കിയതിലെ അതൃപ്തിയും നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇരു ഗ്രൂപ്പിനും അതീതനായ ഒരാളെ ഇവിടങ്ങളിൽ നിയമിക്കാത്തതിൽ എ ഗ്രൂപ്പിന് അതൃപ്തിയുണ്ട്. നിലവിലെ DCC പ്രസിഡന്റുമാരെ മാറ്റുക പ്രായോഗികമല്ലാത്തതിനാൽ തന്നെ വരുന്ന KPCC AICC പുനഃസംഘടനയിൽ എ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ നേതാക്കളുടെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ചലച്ചിത്രമേളയിൽ ദേശീയഗാനത്തോട് അനാദരവ് കാട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കോടതി ഉത്തരവുള്ളതിനാൽ പോലീസിന് നടപടിയെടുത്തേ മതിയാവൂ. എന്നാൽ തിയേറ്ററിനകത്ത് പോലീസിനെ നിയോഗിക്കില്ലെന്നും DGP തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഞാൻ അതിലെ പോയി ഒരു പോലീസിന്റെ ഒരു സബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഞാൻ എല്ലാവർക്കും ഒരു റിക്വസ്റ്റാണ്, സബ്മിഷനാണ്. എല്ലാവരും പിന്നെ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ, സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു നിയമപരമായിട്ട് ചെയ്യണം, നമ്പർ 1. നമ്പർ 2, അവരുടെ ജീവിതം രക്ഷിക്കണം. അവർക്ക് കാരണം ഫസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം, കാരണം കുറച്ച് വിഷ്വൽസ് എനിക്ക് തങ്ങളുടെ ഫ്രണ്ട്സ് അയച്ചിട്ടുണ്ട്. അവർ കുറേ ആൾക്കാർ തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നത്, അതൊന്നും മാറ്റി ഞങ്ങൾ പെട്ടെന്ന് അവർ കൂടുതൽ ഇത് ചെയ്തിട്ടില്ല. നിയമപ്രകാരം പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് വിട്ടു. പക്ഷേ ഇതൊന്നും ഇന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്ത്യൻ മറ്റേ ഫിലിം ഫെസ്റ്റിവലിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇന്ന് എന്താ ആയിട്ടുണ്ടോ. വാർത്തകളിലേക്ക്. കൊട്ടേഷൻ കേസിൽ മുഖ്യപ്രതികളായ കോൺഗ്രസ് നേതാക്കൾ കീഴടങ്ങി. മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലും കൌൺസിലർ ജിൻസൺ പീറ്ററും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയത്. ആന്റണി കന്യാകുമാരി, നാഗർകോവിൽ, മധുര എന്നിവിടങ്ങളിലും ജിൻസൺ വാഗമൺ, കോന്നി എന്നിവിടങ്ങളിലുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി കീഴടങ്ങാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുമെന്നിരിക്കെയാണ് പ്രതികൾ കീഴടങ്ങിയത്. ആന്റണി ആശാൻ പറമ്പിൽ തിരുവനന്തപുരം, കന്യാകുമാരി, നാഗർകോവിൽ, മധുര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ജിൻസൺ പീറ്റർ വാഗമൺ, തേനി, ബംഗളൂരു എന്നിവിടങ്ങളിലുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറഞ്ഞു.
എന്നാൽ തങ്ങൾ ഒളിവിൽ പോയിട്ടില്ല എന്നായിരുന്നു ഇവരുടെ പ്രതികരണം. ഒളിവിലൊന്നും പോയിട്ടില്ല ഞങ്ങൾ. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് എറണാകുളം സെൻട്രൽ CI അനന്തലാൽ പറഞ്ഞു. ഇതിലെ 1ഉം 2ഉം പ്രതികളായ ആച്ചാൻ പറമ്പിലും ജിൻസൺ പീറ്ററും ഇന്ന് രാവിലെ സറണ്ടറായി. അപ്പോൾ ഇവരെ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ മെഡിക്കൽ പരിശോധന നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. മരട് സ്വദേശിയും കരാറുകാരനുമായ INTUC പ്രവർത്തകൻ AM ഷുക്കൂറിനെ 2013-ലും 2016-ലും ഗുണ്ടകളെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് പ്രതികൾ കീഴടങ്ങിയത്. ഈ കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ഭായ് നസീർ അടക്കമുള്ളവർ നേരത്തെ പിടിയിലായിരുന്നു. ആകെ 18 പ്രതികളുള്ളതിൽ ഇനി 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല അയ്യപ്പന് മുന്നിൽ ദിവസവും സോപാന സംഗീതം ഇടയ്ക്കൊട്ടി പാടാൻ ഭാഗ്യം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വിജയൻ മാരാർ. നേരത്തെ സഹോദരൻ രാമചന്ദ്രൻ മാരാരായിരുന്നു സന്നിധാനത്ത് സോപാന സംഗീതം പാടിയിരുന്നത്. ഉച്ചപൂജയ്ക്കും ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കുമാണ് അയ്യപ്പന് മുമ്പിൽ ഇടയ്ക്കൊട്ടി സോപാന സംഗീതം പാടുക. ശബരീശന്റെ നിത്യപൂജയ്ക്ക് പൊന്നമ്പല നടയിൽ നിന്നും ഇടയ്ക്ക് കൊട്ടാൻ അവസരം ലഭിച്ചതിൽ പരം ഭാഗ്യം മറ്റൊന്നില്ല. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനും വാദ്യ കലാകാരനുമായ വിജയൻ മാരാർക്ക് ശബരിമലയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. ദിവസവും ഉച്ചപൂജയ്ക്കും ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും സോപാന നടയിൽ ഇടയ്ക്കയുമായി വിജയൻ മാരാറുണ്ടാകും. ഈ വർഷം ജോലിയിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് ഈ സൗഭാഗ്യം വിജയൻ മാരാരെ തേടിയെത്തിയത്. ഒരു പ്രത്യേക അനുഭൂതി തന്നെ. ഓരോ മൂർത്തിക്കും ഓരോ പാട്ടാണല്ലോ. അത് അയ്യപ്പനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ, ആസ്വദിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ. കോട്ടയം കുറിച്ചിത്താനത്ത് ഗോവിന്ദമാരാരുടെയും ഭവാനി അമ്മയുടെയും മകനാണ് ഇദ്ദേഹം. കഴിഞ്ഞ 32 വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണ്. സഹോദരൻ രാമചന്ദ്രൻ മാരാർക്ക് പിന്നാലെയാണ് വിജയൻ മാരാർക്ക് ഈ അവസരം ലഭിച്ചത്. ബിജേഷ് നടുവിൽ, സന്നിധാനം. മലപ്പുറത്തിന് ആവേശമായി കൈരളി ടിവിയുടെ ജനപ്രിയ റിയാലിറ്റി ഷോ പട്ടുറുമാൽ സീസൺ 10 ഗ്രാൻഡ് ഫിനാലെ നാളെ മഞ്ചേരിയിൽ നടക്കും. ചലച്ചിത്ര താരങ്ങളും പിന്നണി ഗായകരും അണിനിരക്കുന്ന മെഗാ ഷോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സംഗീത വിരുന്നിനായി മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആതിര വിജയൻ, കീർത്തന, അളക ജയപാൽ, ക്രിസ്റ്റകല, ഗ്രീഷ്മ, ഫാത്തിമ ഫിദ തുടങ്ങി 6 പേരാണ് പട്ടുറുമാൽ സീസൺ 10-ൽ അവസാന റൗണ്ടിലുള്ളത്. ചലച്ചിത്ര താരം മുക്തയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തമാണ് ഷോയുടെ പ്രധാന ആകർഷണം. പിന്നണി ഗായകരും മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭരും ഒപ്പം വേദിയിലെത്തും. ആവേശം പകരാൻ രതീഷ് വേഗ, നജീം അർഷാദ്, OU ബഷീർ, സജല സലീം തുടങ്ങി താരനിര തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം കുട്ടിപ്പട്ടുറുമാലിലെ കുരുന്നു പ്രതിഭകളും അരങ്ങിന് ആവേശം പകരും. 15,000 പേർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പ്രമുഖ സ്പോർട്സ് ഫിറ്റ്നസ് ഹൈപ്പർ മാർക്കറ്റായ കോസ്മോ സ്പോർട്സ് കേരളത്തിൽ ആദ്യമായി മെഗാ സ്പോർട്സ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 15 മുതൽ ജനുവരി 25 വരെ കോസ്മോ സ്പോർട്സിന്റെ കോഴിക്കോട്, കൊച്ചി, തൃശൂർ, തിരുവനന്തപുരം, മഞ്ചേരി ശാഖകളിൽ ട്രൈ ഔട്ട് എന്ന പേരിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. വിവിധ ബ്രാൻഡുകളുടെ സ്പോർട്സ് ഫിറ്റ്നസ് ഉപകരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം എക്സ്പോയോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കും.